അന്ന് അച്ഛൻ്റെ വേഷം കിട്ടുന്നതിൽ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ വേഷം കിട്ടിയാലും അപ്പൂപ്പൻ്റെ വേഷം കിട്ടിയാലും നായകന് അന്ന് ഞാൻ വാങ്ങിച്ചിരുന്ന കാശ് പ്രൊഡ്യൂസർമാർ തരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് കാശ് കുറവില്ല. അതിങ്ങനെ തന്നെ തുടരെ ഇരിക്കുന്ന ഉള്ള കാലം ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചത് മണ്ടത്തരമായിപ്പോയി. ഇപ്പൊ അച്ഛന് കാശ് കുറവാണ്. എന്ന് മാത്രമല്ല, വരുന്നവരെല്ലാം അച്ഛൻ്റെ വേഷത്തിനാണ് വരുന്നത്. ഇവിടുന്ന് വണ്ടി കയറി മദ്രാസിൽ വന്നിരുന്ന ഒരു കാലഘട്ടത്തിലെ ആളുകൾ ഒരു അച്ഛൻ വേഷം മതി സാർ, ഒരു അച്ഛൻ വേഷം മതി സാർ, അതിന് നമുക്കെതിരാവുന്നു. പക്ഷെ നല്ല അച്ഛനെ കിട്ടണമെങ്കിൽ എന്നെ തന്നെ വേണം. പ്രേം നസീറിന്റെയും മധുവിന്റെയും ഉമ്മറിന്റെയും പിന്നെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ അച്ഛനാകണമെങ്കിൽ എന്നെ പോലെയുള്ളവൻ തന്നെ വേണം. അതുകൊണ്ട് ഞാൻ എവരോട് ചുമ്മാ തമാശന് പറയും, മധുവിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയും, നിങ്ങൾ എൻ്റെ ആരോഗ്യം നോക്കണം. ഞാൻ ചത്തുപോയാൽ നിങ്ങൾക്ക് നല്ല തന്തയെ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മാസം തോറും എന്നെ ഡാക്ടറെ കൊണ്ട് കാണിക്കുക, വേണ്ടുന്ന ട്രാണിക്സ് വാങ്ങിച്ചു തരിക. അങ്ങനെ എന്നെ സൂക്ഷിക്കേണ്ടത് എന്നേക്കാൾ കൂടുതൽ നിങ്ങളുടെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ത ഇല്ലാതായി പോകുന്നു. ചുമ്മാ തമാശ. പിന്നെ സത്യൻ എന്നെക്കാൾ 5 വയസ്സ് മൂപ്പുള്ള നടനാണ്. ആ സമയത്ത് അങ്ങയുടെ അച്ഛൻ അങ്ങേർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ. തിക്കുറിശി എന്ന് പറഞ്ഞ ഓണങ്കറ മൂലിൽ ജനിച്ച് ഞാൻ ഇത്രയൊക്കെ ആയി. പത്മശ്രീ കിട്ടി, നല്ല നടനുള്ള സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടി. 1952 കഥ, തിരക്കഥ, സംഭാഷണം, ഗാനരചന, നായകന്റെ വേഷം, സംവിധാനം, നിർമ്മാണം, ഇങ്ങനെ 7 കൂട്ടം കാര്യങ്ങൾ ആദ്യമായിട്ട് ചെയ്തവൻ ഞാനാണ്. ഞാനൊരു കൊച്ചുനാളിലെ നല്ല കവിയാണ്, ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാതിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഈ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒരു വിശ്രമിക്കണം. അതായത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ചരക്കുകളും ഞാൻ ഇഷ്ടപ്പടിക്ക് വിറ്റു, തോന്നുന്ന പോലെ വിറ്റു. എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിറ്റ് ഞാൻ കട പൂട്ടി. അതിൻ്റെ താക്കോൽ ഉടമസ്ഥനോട് കൊടുക്കണം എന്നുള്ള വിശ്വാസത്തിൽ കടയും പൂട്ടി. ഇനി കച്ചവടം വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു. താക്കോൽ ഉടമസ്ഥനെ ഏൽപ്പിക്കാൻ അവിടെ ചെന്ന് എൻ്റെ കണക്കും കടവും ഒക്കെ തീർത്ത് രസീത് വാങ്ങി വിശ്രമിക്കണതായിരുന്നു. വഴിയിൽ വെച്ച് കാലം ഇരുട്ടത്ത് എൻ്റെ തലക്കിട്ടടിച്ചു ഒരു വല്ലാത്ത പ്രഹരം. എൻ്റെ എല്ലാമായിരുന്ന എൻ്റെ ഒരു മകൾ മരിച്ചു. ഇളയ മകൾ ഒരു ആക്സിഡന്റിലാണ് മരിച്ചു, ബൈക്കിൽ. ആ സങ്കടം, ആ ദുഃഖം തീരാ ദുഃഖമാണ്. അതെനിക്ക് മാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വേഷം